بسم الله الرحمن الرحيم. ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا. ولله جنود السماوات والأرض وكان الله عزيزا حكيما. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1801 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫതഹിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള 3-ാം ദിവസ ചർച്ചയാണ് ഇന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويعذب المنافقين والمنافقات والمشركين والمشركات والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا. ولله جنود السماوات والأرض وكان الله عزيزا حكيما. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. صدق الله العلي العظيم. സൂറത്തുൽ ഫതഹിലെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 29 ആയത്തുകളുള്ള മദീനയിൽ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ അവസാനത്തോട് അടുക്കുന്ന ഘട്ടത്തിൽ അവതരിച്ച സുപ്രധാനമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫതഹ്. അതിന്റെ പഠനം പൂർത്തീകരിച്ചു. 1-2 ദിവസങ്ങളായിട്ട് ഈ സൂറത്തിന്റെ പഠനവേളയിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ കൈകാര്യം ചെയ്ത് വരികയാണ്. അവശേഷിക്കുന്ന ചോദ്യങ്ങൾ ഇന്ന് അതിനുള്ള പ്രതികരണങ്ങൾ നൽകി ഈ സൂറത്തിന്റെ പഠനം അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അടുത്ത ചോദ്യം, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിന്ന് നയിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? സഹാബികളുടെ സുരക്ഷാ വലയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് തെളിവുകളുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ആ സമൂഹത്തിന്റെ നായകനാണ്.
അദ്ദേഹമാണ് ആ സമൂഹത്തിന്റെ ആ ഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണ കാലത്തെ എല്ലാ സൈനിക നീക്കങ്ങളുടെയും ആസൂത്രണം ചെയ്തതും അതിന് നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുള്ളത്. അപ്പോ അദ്ദേഹം നയിച്ചു, മുന്നിൽ നിന്ന് തന്നെ നയിച്ചു എന്നൊക്കെ പറയുന്നതിൽ അദ്ദേഹത്തിന് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സഹാബത്ത് പരിശ്രമം നടത്തിയില്ല എന്ന് പറഞ്ഞതിന് അർത്ഥമല്ല. ഉഹദ് യുദ്ധത്തിന്റെ വളരെയേറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തില് അദ്ദേഹത്തിന്റെ ദേഹ സംരക്ഷണത്തിന് വേണ്ടി സഹാബിമാര് അദ്ദേഹത്തിന്റെ ചുറ്റുമായിട്ട് പൊതിഞ്ഞു നിൽക്കുകയായിരുന്നു. അവരിൽ ചിലർക്ക് 100ഓളം അമ്പുകള് ശരീരത്തില് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രതിരോധം തീർക്കാൻ സഹാബിമാർ അദ്ദേഹത്തോടൊപ്പം ഉറച്ച് നിന്നിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതിലെന്താണ് കുഴപ്പം? അള്ളാഹുവിന്റെ പ്രവാചകന് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പെയ്താൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവേൽക്കൂല എന്നുണ്ടാവും. യുദ്ധത്തിൽ അദ്ദേഹത്തിന് പലപ്പോഴും പരിക്ക് പറ്റിയിട്ടില്ലേ? മുറിവേറ്റിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പല്ലുകൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അർത്ഥം അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചു എന്നത് വസ്തുതാവിരുദ്ധമാണ് എന്നല്ല. മുന്നിൽ നിന്ന് നയിച്ചു എന്ന് പറയുന്നത് അത് ഒരു വിവരണ ശൈലിയാണ്. ഒരു യുദ്ധത്തെ മുന്നിൽ നിന്ന് നയിക്കുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ട നേതൃത്വം കൊടുക്കുക, അതിനു വേണ്ട ആസൂത്രണം നടത്തുക, അതിനു വേണ്ട മാർഗദർശനം അതിന്റെ പടയാളികൾക്ക് നൽകുക എന്നൊക്കെ തന്നെ ഉൾപ്പെടുന്ന അർത്ഥമാണ് അതിനുള്ളത്. എന്നതിന്റെ അർത്ഥം നേരിട്ട് പോരാടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഓഫീസില്, സൈനിക കേന്ദ്രത്തില്, അല്ലെങ്കിൽ ഒരു രഹസ്യ കേന്ദ്രത്തിൽ അതീവ സുരക്ഷിതമായ ഒരിടത്ത്, ബങ്കറിനകത്ത് ഒക്കെ ആയിട്ട് കഴിയായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയായിരുന്നു എന്നല്ല. യുദ്ധക്കളത്തിൽ തന്നെയാണ്. മറ്റേത് പടയാളിയെ പോലെയും അപകടപ്പെടാൻ സാധ്യതയുള്ള, അതുപോലെ മുറിവേൽക്കാനും ജീവഹാനി വരാനൊക്കെ സാധ്യതയുള്ള അവസ്ഥയിൽ തന്നെ ഫുള്ളി എക്സ്പോസ്ഡ് ആയിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ആളുകള് അവരുടെ ഇടനെഞ്ച് കാക്കുന്നതിനേക്കാൾ കരുതലോടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശരീരം അപകടപ്പെടാതിരിക്കാൻ വേണ്ടി അവര് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അത് തീർച്ചയായിട്ടും അതിന്റെ ഭാഗമാണ്. അത് ആ ആളുകള് അദ്ദേഹത്തോട് കാണിച്ചിരുന്ന ആ സ്നേഹവും അതുപോലെ അദ്ദേഹത്തിന് നൽകിയിരുന്ന വിലയും ഒക്കെയാണ് അത് കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യത്തൊക്കെ നയിച്ചിരുന്നത് മുന്നിൽ തന്നെയാണ്. പുറകിലെവിടെങ്കിലും പോയി ഒളിച്ചിരിക്കുകയായിരുന്നില്ല. അതേ സമയത്ത് അനുയായികൾ, അനുചരന്മാർ അദ്ദേഹത്തിന് സുരക്ഷാ വലയം ഒരുക്കാൻ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ശ്രമിച്ചിട്ടുമുണ്ട്, അത് നിർവഹിച്ചിട്ടുമുണ്ട്. അതിലെന്താണ് കുഴപ്പം? മനസ്സിലായത്? അതൊക്കെ ബാലിശമായ ഓരോ ആക്ഷേപങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുകയാണ്. മറ്റൊന്ന്, കമ്മ്യൂണിസം മതമാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുന്നത് വസ്തുതാപരമായി അന്ധതയാണ് എന്നാണ്. വസ്തുതാപരമായ അന്ധത എന്ന് പറയാൻ മുതിരുന്നത് യഥാർത്ഥത്തില് മതം എന്താണ് എന്നത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മതം ചില കാര്യങ്ങള് മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിർവചനങ്ങളോ അല്ലെങ്കിൽ ചില ജീവിത ദർശനമോ ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ പാരമ്പര്യ വിഗ്രഹാരാധന മതങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആലോചിക്കുന്നതെങ്കിൽ കമ്മ്യൂണിസം അങ്ങനെ ഒരു മതമാണ് എന്ന് പറയുന്ന, അവർക്ക് ക്ഷേത്രങ്ങളുണ്ട്, അവിടെ വിഗ്രഹങ്ങള്, മാർക്സും എംഗൽസും അതുപോലെയുള്ള ആളുകളൊക്കെ അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് പൂജിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. അതേസമയത്ത് ഇസ്ലാം ആണ് നമ്മുടെ മനസ്സിലുള്ള ദീനെങ്കിൽ, മതമെങ്കിൽ തീർച്ചയായിട്ടും ഇസ്ലാം ലോകത്ത് നിർവഹിച്ച ഒരുപാട് കാര്യങ്ങളിൽ കമ്മ്യൂണിസം ബദല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇസ്ലാം ഒരു പ്രപഞ്ച വീക്ഷണം മുന്നോട്ട് വെക്കുന്നുണ്ട്. കമ്മ്യൂണിസം ഭൗതികവാദ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രപഞ്ച വീക്ഷണം മുന്നോട്ട് വെക്കുന്നുണ്ട്.
ഇസ്ലാം വളരെ വ്യക്തതയുള്ള ഒരു ദൈവസങ്കല്പം പഠിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂണിസത്തിനും അവരുടെ ആംഗിളിൽ വ്യക്തതയുള്ള ഒരു ദൈവസങ്കല്പമുണ്ട്. അത് ദൈവമില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് അവരുടെ ദൈവസങ്കല്പം. ഇസ്ലാം മനുഷ്യന് ചില ജീവിത മാർഗദർശനങ്ങൾ നൽകുന്നുണ്ട്. കമ്മ്യൂണിസവും അങ്ങനെ നൽകുന്നുണ്ട്. സമ്പത്തിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചും കൈകാര്യകർത്തൃത്വത്തെക്കുറിച്ചും അതിന്റെ ഉത്പാദന പ്രക്രിയയിൽ സമ്പത്ത് വിനിയോഗിക്കുന്നതിനെ കുറിച്ചും അതിന്റെ ലാഭം ആർക്ക് അവകാശപ്പെട്ടതാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കമ്മ്യൂണിസത്തിന് നിലപാടുകളുണ്ട്, ഇസ്ലാമിനുള്ള പോലെ തന്നെ. പക്ഷെ ഇത് ഇസ്ലാമിനുള്ള പോലെയുള്ള മഹത്തരമായ സംഗതിയല്ല, വളരെ അബദ്ധജടിലവും അതുപോലെ തന്നെ സ്വയം നാശത്തിൽ അകപ്പെടുത്തുന്നതുമായ, അതുപോലെ ഒരു സാമ്പത്തിക സംവിധാനത്തിനെ തകർത്തു കളയുന്ന വിധത്തിലുള്ള നിലപാടുകളും വീക്ഷണങ്ങളും ഒക്കെയാണ് കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇസ്ലാമിനുള്ള ഒരു ബദലായിട്ട് സമർപ്പിക്കപ്പെട്ട പോലെയുള്ള ഒരു മതമായിട്ട് കമ്മ്യൂണിസത്തെ നമുക്ക് അനുഭവപ്പെടാം. അതിന് സാധ്യതയുണ്ട്. കാരണം കമ്മ്യൂണിസം നേരിട്ട് തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് തന്നെ ലോകത്ത് ഇസ്ലാമിനെയാണ്. ബാക്കി മതങ്ങളെയൊന്നും കമ്മ്യൂണിസം അത്ര ഗൗരവത്തിലെടുത്തിട്ടില്ല. കാരണം ഇസ്ലാം ഉയർത്തുന്ന ഭീഷണി, വെല്ലുവിളി, ഇതിനൊക്കെ നേരിടുക എന്നുള്ളതായിരുന്നു കമ്മ്യൂണിസം മുഖ്യമായും ലക്ഷ്യം വെച്ചിരുന്നത് എന്നത് കാണാൻ കഴിയും. അപ്പോ ഇസ്ലാം ഒരു പോസിറ്റീവ് റിലിജൻ ആയിട്ട് നമ്മൾ കാണുന്നുവെങ്കിൽ കമ്മ്യൂണിസം അതിന്റെ നേരെ വിരുദ്ധ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു നെഗറ്റീവ് റിലിജനാണ്. അപ്പൊ അത് മതമല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു മുസ്ലിമിനെ അയാളുടെ പെരുമാറ്റവും ജീവിത രീതി, മുഖലക്ഷണം ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അയാളുടെ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സൂറത്തിൽ. ആ വിധത്തില് നമുക്ക് അവരുടെ ജീവിത ലക്ഷണങ്ങള്, അവരുടെ പെരുമാറ്റം, അവരുടെ മുഖഭാവം, ഇതിൽ നിന്നൊക്കെ അവരുടെ സമൂഹത്തോടുള്ള നിലപാട്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തില് ഒരു വിശ്വാസിയുടെ എല്ലാ സംഗതികളിൽ നിന്നും അയാളുടെ ദൈവവിശ്വാസവും അയാൾ നിലകൊള്ളുന്ന ആദർശം, ഇതൊക്കെ അതിന്റെയൊക്കെ ഒരു പ്രകടനം എല്ലാറ്റിലും കാണാൻ കഴിയും. ഇതേപോലെ കമ്മ്യൂണിസത്തിന് അതിൻ്റെതായ നിലപാട് അവരുടെ എല്ലാ കാര്യങ്ങളിലും അതിന്റെ അനുയായികൾക്ക് കാണാൻ കഴിയും. അത് ഒക്കെ കാരണമായി നമുക്ക് കമ്മ്യൂണിസത്തെ അങ്ങനെ ഒരു മതം ആയിട്ട് കാണുന്നതിന് യാതൊരു കുഴപ്പമില്ല, അതിൽ യാതൊരു അന്ധതയുമില്ല. എന്നാൽ ചിലർ കമ്മ്യൂണിസത്തെ മതവിശ്വാസം പോലെ ചോദ്യം ചെയ്യാതെ പിന്തുടരുന്നു എന്നത് ഒരു അഭിപ്രായമോ നിരീക്ഷണമോ ആകാം എന്നാണ്. അന്ധവിശ്വാസം എന്ന നിലക്ക് മതത്തെ പിന്തുടരാൻ ഇസ്ലാമിന്റെ കാര്യത്തിൽ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല. കമ്മ്യൂണിസം അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ അതിന്റെ ആളുകൾക്ക് പറയാം, അന്ധമായിട്ട് പിന്തുടരണം എന്നുള്ള. എന്നാൽ അന്ധമായി പിന്തുടർന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഒരാൾ പോലും ആ ആദർശത്തെ ഉൾക്കൊള്ളാതെ അത് പുരാവസ്തു കേന്ദ്രങ്ങളിലൊക്കെ ഇട്ടു പോയ ഒരവസ്ഥയാണ് നിലവിലുള്ളത് കമ്മ്യൂണിസത്തിൽ. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാര് ഒട്ടും സംസാരിക്കാത്തൊരു വിഷയമുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസം അല്ലാത്ത ലോകത്തെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും അവർ സംസാരിക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റുകാര് ഒരിടത്തും സംസാരിക്കാറില്ലാത്തത് കമ്മ്യൂണിസ്റ്റ് ആദർശം എന്ന വിഷയത്തെ കുറിച്ചാണ്. അതാണ് കാണാൻ സാധിക്കുക. അപ്പോ അത് അന്ധമായിട്ട് പിന്തുടർന്നിരുന്ന ഒരു കാലം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായിരുന്നു. ഇസ്ലാം ഒരിക്കലും തന്നെ അന്ധമായിട്ട് വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ബുദ്ധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, ആലോചനയുള്ളവരായിക്കൊണ്ട്, തദബ്ബർ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ആയാത്തുകൾ ഉൾക്കൊള്ളുകയും യാഥാർത്ഥ്യമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ, ഇതാണ് ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത്, പ്രേരിപ്പിക്കുന്നത്. അപ്പോ ഇവിടെ കമ്മ്യൂണിസം ഒരു അന്ധതയുടെ മതം തന്നെയാണ്. അത് യാതൊരു സംശയമില്ലാത്തൊരു സംഗതിയാണ്. അത് അന്ധകാരമല്ലാതെ അത് ആർക്കും ഒന്നും നൽകിയിട്ടില്ല. ചില വിഫല ശ്രമങ്ങളൊക്കെ ചില കാര്യങ്ങളിൽ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് വളരെ നാശോന്മുഖമായ, സമൂഹത്തില് ദ്രോഹഫലങ്ങൾ വളരെ കൂടുതൽ ഉളവാക്കിയിട്ടുള്ള പരിഹാരങ്ങളായിരുന്നു മനുഷ്യർ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും കമ്മ്യൂണിസം മുന്നോട്ട് വെച്ചത്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, സ്വകാര്യ സ്വത്ത് എന്ന സംഗതിയുടെ സാധ്യത പൂർണ്ണമായും എടുത്തു കളഞ്ഞ ഒരു സാമ്പത്തിക നയമാണ് കമ്മ്യൂണിസം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്വകാര്യ സ്വത്ത് എന്നൊരു സംഗതി ഇല്ലാണ്ടാകുന്നതോടെ വ്യക്തിക്ക്
പ്രയത്നിക്കാനും അധ്വാനിക്കാനും കൂടുതൽ ലാഭം നേടാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാനുമുള്ള പ്രേരണ ഉണ്ടാവില്ല. എല്ലാവരും അധ്വാനിക്കുകയും എല്ലാവർക്കും അവനവന് വേണ്ടത് എടുക്കുകയും ചെയ്യുക എന്ന ഒരു സമീപനം പ്രയോഗത്തിൽ വരുമ്പോ അത് ആരും നിർവഹിക്കില്ല, ആരും ചെയ്യില്ല. എനിക്ക് സർവൈവ് ചെയ്യാൻ മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ വിഹിതം കൊണ്ട് സാധിക്കും എന്ന ഒരു കണക്കുകൂട്ടലുകളിൽ എല്ലാവരും ഒരു പണിയെടുക്കാതെ, ഒരു പ്രയത്നവും ഇല്ലാതെ, ഒരു അധ്വാനവും ഇല്ലാതെ ജീവിക്കാനാണ് ശ്രമിക്കുക. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം അങ്ങനെയുള്ള ഒരു സമീപനമല്ല സാമ്പത്തിക കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആർക്കും എത്രയും അധ്വാനിക്കാം, എത്രയും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ ഒരു ഉത്തരവാദിത്വം അവർക്കൊക്കെ ഉണ്ട്. അധ്വാനിക്കാൻ കഴിയാത്തവർക്ക്, പ്രയത്നിക്കാൻ പ്രയാസമുള്ളവർക്ക്, ദുർബലർക്ക്, അവശർക്ക് ഒക്കെ ആയിട്ട് അവരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം മാറ്റിവെക്കണം എന്ന നിബന്ധന മാത്രമേ ഉള്ളൂ. അത് കൃത്യമായ ഒരു കണക്കായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസം മുന്നോട്ട് വെച്ച ആദർശം അല്ലെങ്കിൽ അതിന്റെ സാമ്പത്തിക വീക്ഷണം, അതിന്റെ അതുപോലെയുള്ള നിലപാടുകൾ, ഇതൊക്കെ തന്നെ വളരെ നാശോന്മുഖമായതായിരുന്നു എന്ന് കാണാൻ കഴിയും. ഇസ്ലാം മുന്നോട്ട് വെച്ചത് ഏറ്റവും വിജയകരമായതും യാഥാർത്ഥ്യാധിഷ്ഠിതമായതുമായിരുന്നു എന്നതും കാണാൻ കഴിയും. അതുകൊണ്ട് കമ്മ്യൂണിസം ഒരു ഫാൾസ് റിലിജനാണ്. അത് യഥാർത്ഥ റിലിജനെ അതിജയിക്കാൻ വേണ്ടി ഉണ്ടായതാണ്. ഈ സൂറത്തിൽ നമ്മൾ കണ്ട ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി എന്ന് പറഞ്ഞില്ലേ. എല്ലാ ജീവിത ദർശനങ്ങളെയും ജീവിത വ്യവസ്ഥകളെയും അതിജയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു തന്റെ ദൂതനെ ഈ സന്മാർഗവും അതുപോലെ ദീനും ഒക്കെ ആയിട്ട് നിയോഗിച്ചയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ലോകത്തിന് വിജയമാതൃക കാണിക്കേണ്ട ദീനാണ് ഇസ്ലാം. അങ്ങനെയുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ്. അതുപോലെ അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഈ അപ്രസക്തമാക്കാൻ വേണ്ടി ഒക്കെ ആയിട്ട് ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ഫാൾസ് റിലിജനാണ് കമ്മ്യൂണിസം എന്നത് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. അത് വേറെ ചില അടിത്തറകളിൽ അത് പടുത്തുയർത്തി ഭൗതികവാദം, സാമ്പത്തിക സിദ്ധാന്തങ്ങൾ, അങ്ങനെയുള്ള സംഗതികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ലോകത്തോട് അത് സംസാരിച്ചതെങ്കിലും ഫലത്തില് അത് കൈവച്ച സകല മേഖലകളും ഇസ്ലാമിന്റെ ദൈവിക മാർഗദർശനത്തിനെ ഇല്ലാതാക്കുന്ന വിധത്തിലും അതിനെ തകർക്കുന്ന വിധത്തിലും അതിനെ അപ്രസക്തമാക്കാൻ ശ്രമിക്കുന്ന വിധത്തിലും ഉള്ളതായിരുന്നു എന്നതാണ് വസ്തുത. അപ്പോ ഇത് ഒരു അഭിപ്രായം, നിരീക്ഷണമോ അഭിപ്രായമോ ആകാം. അത് എല്ലാവർക്കും ബാധകമായ വസ്തുതയല്ല എന്നൊക്കെയാണ് തുടർന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് മതമല്ല എന്ന ആ മതം എന്ന പേര് ഉപയോഗിക്കാൻ നിങ്ങൾ സന്നദ്ധനല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ജീവിത ദർശനം എന്നോ സാമ്പത്തിക ദർശനം എന്നോ ഒക്കെ വിളിക്കാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം. ഞാൻ അതിനെ ഒരു നെഗറ്റീവ് റിലിജനാണ്, ഒരു ഫാൾസ് റിലിജൻ ആയിട്ടാണ് കാണുന്നത്. അതിന് കാരണം യഥാർത്ഥ റിലിജൻ അള്ളാഹു പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച ഇസ്ലാമാണ്. ആ ഇസ്ലാമിന് ബദലായിട്ട് ലോകത്ത് ദൈവവിശ്വാസ രഹിതമായ അടിത്തറകളിൽ പടുത്തുയർത്തപ്പെട്ട ഒരു ജീവിത ദർശനം തന്നെയാണ് കമ്മ്യൂണിസം. ആ നിലക്ക് കാണുമ്പോൾ അതൊരു നെഗറ്റീവ് റിലിജനാണ്, ഫാൾസ് റിലിജനാണ്. അത് ഏത് സംഗതിയും അങ്ങനെയാണല്ലോ. അതിന് പോസിറ്റീവ് ചാർജും ഉണ്ടാവും, നെഗറ്റീവ് ചാർജും ഉണ്ടാവും. ഇത് നെഗറ്റീവായ ഒരു മതദർശനമാണ് ഈ കമ്മ്യൂണിസം എന്നതിന് സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ വിശ്വാസിയല്ല എന്നതും ഒരു വിശ്വാസമാണല്ലോ. ആ അടിത്തറയിൽ അതിനെ കണ്ടാൽ മതി. മറ്റൊരു സംഗതി, ചിന്തയും നിരീക്ഷണവും യുക്തിയും ഖുർആൻ പ്രബോധനം ചെയ്യുമ്പോൾ അത് അപൂർണമായൊരു ചോദ്യമാണ്. അത് വിട്ടേക്കാണ്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു സംഗതി, സത്യം പറയാൻ അവസരം നൽകിയ കൂട്ടത്തിൽ നുണകൾ പ്രചരിപ്പിക്കുവാനും അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ തമാശയല്ലേ? അള്ളാഹുവിനെ സ്വീകരിക്കാത്തവരെ നിരന്തരം കുറ്റം പറയുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അള്ളാഹു തന്നെയല്ലേ ഈ അള്ളാഹു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നുണകൾ പറയാൻ അവസരം നൽകി എന്നിട്ട് നുണകൾ പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ ഇവിടെ
എന്തിന്റെ പേരിലാണ് ഈ ചോദ്യം ഉന്നയിച്ച ആള് പരാമർശിക്കുന്നത് എന്നത് വ്യക്തമല്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ പരാമർശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം. പക്ഷെ അങ്ങനെയൊന്നും ഊഹിക്കേണ്ട യാതൊരു കാര്യമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല, കള്ളം പ്രചരിപ്പിച്ചിട്ടില്ല, കള്ളം പറയാൻ അള്ളാഹു അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടില്ല. ഈ പറയുന്നതൊക്കെയും തന്നെ ശുദ്ധ നുണയാണ്, അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ അത് സംബന്ധമായിട്ട് കൂടുതൽ പിന്നെ പ്രത്യേകിച്ച് അതിൽ എന്താണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്നതും വ്യക്തമല്ല. അതുകൊണ്ട് അത് ഇവിടെയാണ്. മറ്റൊരു ചോദ്യം, ഇപ്പോൾ അള്ളാഹു എവിടെയും ഒന്നിലും ഇടപെടുന്നതായിട്ട് കാണുന്നില്ല. പ്രധാനപ്പെട്ട പല വിജയങ്ങളും ഉണ്ടെങ്കിലും ഒരു വചനവും വരുന്നില്ല. പണ്ഡിതർ എന്ന് പറയുന്ന കുറെ അറബികൾ നടത്തുന്ന വ്യാഖ്യാനങ്ങളിലൂടെയാണ് ഇന്ന് അള്ളാഹു നിലനിൽക്കുന്നത്. എല്ലാം അറബികളുടെ കളികൾ, ദൈവത്തിന്റെ അല്ല എന്നാണ് ഒരു നിരീക്ഷണമായിട്ടൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോ അള്ളാഹു എവിടെയും ഇല്ല എന്നാണ് ഈ ചോദ്യം ഉന്നയിച്ച അല്ലെങ്കിൽ ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്ന ആള് പറയുന്നത്. അള്ളാഹു എല്ലാറ്റിലും ഉണ്ട്, അത് കാണാനുള്ള കണ്ണ് തുറന്നു വെക്കണം എന്നേ ഉള്ളൂ. ഇപ്പോ ഞാനിത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഈ മഴ പെയ്യിക്കുന്നത് ആരാണ്? നിങ്ങളാണോ? നിങ്ങളാണോ? ശാസ്ത്രമാണോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടപെട്ടുകൊണ്ട് മഴ പെയ്യിക്കുകയാണോ? ഭൂമിയില് ഒരു സൈക്കിൾ, ഒരു വെതർ സൈക്കിൾ പ്രവർത്തനക്ഷമമാകുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. കാറ്റിനൊരു ഗതിയുണ്ട്. അതുപോലെ ഭൂമിയിലെ ഒട്ടുമിക്ക സംഗതികളിലും ഒരു ആസൂത്രണത്തിന്റെ ഒരു സാന്നിധ്യം നമുക്ക് എല്ലാറ്റിലും കാണാൻ കഴിയും. നിങ്ങളുടെ ശരീരത്തില് ഇപ്പോ ഒരൊറ്റ കാര്യം എടുത്താൽ മതി. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തില് അത് ദഹിച്ച് രക്തത്തിൽ കലർന്ന് ശരീരത്തിന്റെ ഓരോ രക്തകോശത്തിലും ശരീരത്തിന്റെ ഓരോ കോശത്തിലും അത് രക്തത്തിലൂടെ അതിന്റെ ആവശ്യമായ സംഗതികൾ എത്തുകയാണ്. അതിന്റെ ന്യൂട്രിയൻസ്, അതിന്റെ പോഷകം അടങ്ങിയിട്ടുള്ള നമ്മുടെ വളർച്ചക്കും നിലനിൽപ്പിനും ഒക്കെ ആവശ്യമായ സംഗതികൾ രക്തത്തിലൂടെ അത് ഓരോ കോശത്തിലും എത്തുകയാണ്. ശരീരത്തില് വ്യത്യസ്തങ്ങളായ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ഈ കോശങ്ങളിൽ ഓരോന്നും സൂക്ഷ്മമായിട്ട് ഈ ഭക്ഷണത്തിൽ നിന്ന് ശേഖരിക്കപ്പെട്ടിട്ടുള്ള ഊർജം അല്ലെങ്കിൽ വളർച്ചക്കും നിലനിൽപ്പിനും ആവശ്യമായിട്ടുള്ള ഊർജം എത്തുകയാണ്. ഈ പ്രക്രിയ പ്രവർത്തനക്ഷമമാക്കിയത് നിങ്ങളാണോ? അതോ നിങ്ങൾ സമീപിക്കുന്ന ഡോക്ടർമാരാണോ അങ്ങനെ ചെയ്തിട്ടുള്ളത്? അങ്ങനെയാണോ? അതല്ല, മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തൊരു സംഗതിയാണ്. നിങ്ങൾ അതിന് പേര് വിളിക്കണ്ട, എക്സ് എന്ന് വിളിച്ചോളൂ. പക്ഷെ അങ്ങനെ രൂപകൽപ്പന ഇവിടെ നടന്നിട്ടുണ്ടല്ലോ. ശരീരം അങ്ങനെ പ്രവർത്തനക്ഷമമാണ്. നിങ്ങൾ കഴിക്കുന്ന ആപ്പിള്, മുന്തിരി, പഴവർഗ്ഗങ്ങള്, ധാന്യങ്ങള്, മാംസം, അങ്ങനെയുള്ള സംഗതികളൊക്കെ ദഹിപ്പിച്ച് നിങ്ങളുടെ ശരീരകോശങ്ങളിലെ ഊർജമായിട്ട് അത് പരിവർത്തിപ്പിക്കപ്പെടുന്നത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ആരാണ് ചെയ്യുന്നത്? അത് നിങ്ങളാണോ? നിങ്ങളുടെ നിങ്ങൾക്ക് ജന്മം നൽകിയ അച്ഛനോ അമ്മയോ ഒക്കെയാണോ? അതല്ല, ആരാണ് അത് ചെയ്യുന്നത്? അപ്പോ ഇവിടെ ദൈവത്തെ കാണാൻ, ദൈവം പ്രവർത്തന നിരതനായിട്ട് ഉണ്ട് എന്നത് ദർശിക്കാൻ മഴ മതി, കാറ്റ് മതി, ഋതുഭേദങ്ങളിൽ മാറ്റമുണ്ടാകുന്നത് മതി, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെ കണ്ടാൽ മതി. ഇതുപോലെ ധാരാളം തെളിവുകളുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ ഇപ്പോ ഹുദൈബിയയിലോ അല്ലെങ്കിൽ ബൈഅത്ത് റിദ്വാൻ സന്ദർഭത്തിലോ മക്ക ഫത്ഹിലോ ഒക്കെ തന്നെ ഉണ്ടായ തരം ദൈവിക ഇടപെടല് ഉണ്ടാവുന്നില്ല എന്നാണ് നിങ്ങൾ സങ്കല്പിക്കുന്നതെങ്കിൽ അതും നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പൊ ലോകത്ത് നടക്കുന്ന പല പോരാട്ടങ്ങളുടെയും അതുപോലെ പല ആക്രമണങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തില് എന്തെല്ലാം വേരിയബിൾസിനെ ആശ്രയിച്ചുകൊണ്ടാണത്
ഇപ്പൊ വിഴുങ്ങിക്കളയും എന്ന നിലക്കാണല്ലോ ഇറാന്റെ നേരെ അമേരിക്ക പാഞ്ഞെടുത്തിരുന്നത്. സാധിക്കാതെ പോയില്ലേ? മനുഷ്യന്റെ ആസൂത്രണത്തിൽ അത് ഒതുങ്ങി നിന്നോ? എന്തെല്ലാം ഫാക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അമേരിക്കയെ ആ വിധത്തിൽ പല്ലുകൊഴിഞ്ഞ സിംഹത്തെ പോലെ ആക്കി മാറ്റുവാൻ. അത് ഇതിലൊന്നും ദൈവികമായ ഇടപെടലും ആസൂത്രണവും ഇല്ല എന്നാണോ നിങ്ങൾ സങ്കല്പിക്കുന്നത്? നിങ്ങള് ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ സ്റ്റെപ്പിൽ ആരോ കൊണ്ട് കഴിച്ച് ഒരു പഴത്തൊലി ഇട്ടിരുന്നു എന്ന് വെക്കുക. നിങ്ങളത് കാണാതെ അത് ചവിട്ടി തെന്നിപ്പോയി തലയടിച്ച് വീണു എന്നും സങ്കല്പിച്ചോളൂ. അത് കേവല യാദൃച്ഛികതയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെയും പടച്ച തമ്പുരാന്റെ ആസൂത്രണത്തിന്റെ ഭാഗമാണ്. ചിലപ്പോ ഒരാളുടെ മരണം, ചിലപ്പോ ഒരാൾക്ക് വലിയ പരിക്കേൽക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരാളുടെ കയ്യബദ്ധം കൊണ്ടായിരിക്കാം. അതിന് സാധ്യതയുണ്ട്. ആ വിധത്തില് ഒന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആസൂത്രണം ദൈവം നിരന്തരമായി നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നത്, ദൈവം എന്ന പ്രതിഭാസം അനിവാര്യമാണോ എന്നത് ബോധ്യപ്പെടുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയും, മനസ്സിലാക്കാനും കഴിയും. അപ്പൊ ഇത് അറബികള് നടത്തുന്ന കേവലമായ ജൽപ്പനങ്ങളാണ്. ഇന്ന് അതല്ലാത്ത എവിടെയില്ല എന്നാണ് നിങ്ങൾ സങ്കല്പിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ മിടിപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തെ തുടിപ്പിക്കുന്നത്, നിങ്ങളുടെ മസ്തിഷ്കത്തെ പ്രവർത്തനക്ഷമമാക്കുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയാണ് ദൈവം. ആ ശക്തിക്ക് അറബി ഭാഷയിൽ വിളിക്കുന്ന പേരാണ് അള്ളാഹു. അത്രയേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മറ്റൊന്ന്, മുഹമ്മദ് നബിയുടെ കാലത്ത് നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ടിരുന്ന അള്ളാഹു ഇന്ന് ഒന്നും അറിയുകയോ പറയുകയോ ചെയ്യുന്നില്ല. അതിശയം തന്നെയല്ലേ എന്നാണ് ചോദ്യം. അത് മുകളിൽ ഉന്നയിച്ച ചോദ്യത്തിന്റെ തുടർച്ചയായിട്ട് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് മറുപടി ആവശ്യമില്ല. മുഹമ്മദ് നബിയുടെ കാലം എന്നും കൂടി അതിനോട് ചേർത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമായി. മറ്റൊന്ന്, ചിന്മയ ഉന്നയിച്ചൊരു ചോദ്യം, വിഗ്രഹാരാധന മോശമെങ്കിൽ മക്കയിലെ ദേവാലയം എന്താണ്? അവിടെ എന്തിനാണ് പരിക്രമണം ചെയ്യുന്നത്? എന്തിനാണ് കല്ലിനെ മുത്തുന്നത് എന്നാണ് ചോദ്യം. ഇത് വേണമെങ്കിൽ പ്രസക്തമായ ഒരു ചോദ്യം എന്ന നിലക്ക് നമുക്ക് കാണാം. വിഗ്രഹാരാധന തീർച്ചയായിട്ടും ഏറ്റവും വലിയ ബുദ്ധിശൂന്യതയും അക്രമവും, സമൂഹത്തില് ഒരുപാട് അക്രമികൾക്ക് കുട പിടിച്ചു കൊടുക്കുന്ന ഒരു മാധ്യമമാണ്. സമൂഹത്തെ ചൂഷണം ചെയ്യാൻ, സമൂഹത്തെ വലിയ വിഡ്ഢികളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് വിഗ്രഹാരാധന. അത് മുൻനിർത്തിക്കൊണ്ടാണ് സമൂഹത്തെ നിരന്തരമായി ചൂഷണത്തിന് ഇരയാക്കാനും അതുപോലെയുള്ള വിഡ്ഢികളാക്കിക്കൊണ്ട് അവരെ നിയന്ത്രിച്ചു നിർത്താനും ഒക്കെ സാധിക്കുന്ന ഒരു ഏർപ്പാടാണ് വിഗ്രഹാരാധന എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഇനി മക്കയിലെ ദേവാലയത്തിൽ എന്താണുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവിടെ പരിക്രമണം എന്തിനാണ് എന്നത്. ഉദ്ദേശിക്കുന്നത് കഅബ തവാഫ് ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്, എന്തിനാണ് എന്നതാണ് ചോദ്യം. കഅബയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലം പിന്നിട്ട് നൂറ്റാണ്ടുകൾക്കിടയിൽ സമൂഹത്തിൽ കടന്നു വന്ന വിഗ്രഹാരാധനയുടെ ഫലമായി കഅബയിൽ ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെയും എടുത്തു കളഞ്ഞ് ആണ് മക്ക വിജയ ഘട്ടത്തില് കഅബ ശുചീകരിക്കപ്പെടുന്നത്. അതോടുകൂടി പിന്നെ കഅബയിൽ വിഗ്രഹങ്ങളില്ല. കഅബ പരിക്രമണം ചെയ്യുന്നു എന്നത് ഒരു ഇസ്ലാമിലെ ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നമസ്കരിക്കുമ്പോ എല്ലാവരും ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് മക്കയിലെ കഅബയുടെ നേരെയാണ്, ഖിബ്ലയുടെ നേരെയാണ് എല്ലാവരും നമസ്കാരത്തില് അഭിമുഖീകരിക്കുക. ഈ അഭിമുഖീകരിക്കൽ അവിടെ എന്തെങ്കിലും വിഗ്രഹം ഉള്ളത് കൊണ്ടല്ല, അവിടെ ഒരു വിഗ്രഹവും ഇല്ല. എന്നുമല്ല ഖുർആൻ പറയുന്നത് ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് എന്നാണ്. കിഴക്കും പടിഞ്ഞാറും ഒക്കെ അള്ളാഹുവിൻ്റെത് തന്നെയാണ്. ഇത് മുസ്ലിം സമൂഹത്തിന്റെ ആരാധനാ കർമ്മങ്ങൾക്കും ജീവിത വ്യവഹാരങ്ങൾക്കും ഒക്കെ ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു അടയാളം മാത്രമാണ്. കഅബ എന്നത് അങ്ങനെയാണ്. അള്ളാഹു അതിന് ചില പ്രാധാന്യമൊക്കെ ഖുർആനിലും അതുപോലെ
സുന്നത്തിലും ഒക്കെയുള്ള സൂചനകൾ വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്താനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ കഅബയിൽ ഒരു വിഗ്രഹവും. കഅബയുടെ ഭിത്തിയില് ഒരു മൂലയില് ഒരു കറുത്ത കല്ലുണ്ട് എന്നതാണ് പലരും ഉന്നയിക്കാറുള്ള ഒരു വിഷയം. ആ കറുത്ത കല്ല് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കറുത്ത കല്ല് എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് കരിമ്പാറയിലൊക്കെ കാണുന്ന കറുത്ത ഒരു കല്ലിന്റെ കഷ്ണം പോലെയുള്ള ഒരു കല്ല് മാത്രമാണ്. അത് തന്നെ ഒരു ഘട്ടത്തില് പൊട്ടിപ്പോയത് ചേർത്ത് വെച്ചുകൊണ്ടൊക്കെയുള്ള ഒരു അവസ്ഥയാണ്. അതിനെന്തെങ്കിലും ഒരു ദിവ്യത്വം തോന്നുന്ന വിധത്തിലുള്ള ഒരു രൂപമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഗതിയൊന്നുമില്ല. അവിടെ കഅബ ഒരു ചതുര രൂപത്തിലുള്ള ഒരു നിർമ്മിതി ആയതുകൊണ്ട് അതിന്റെ ചുറ്റും ചെയ്യുന്ന പരിക്രമണം ഒരു നിർണിത എണ്ണം തവാഫാണ്, ചുറ്റലാണ്, പരിക്രമണമാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അത് ആ എണ്ണം കണക്കാക്കണമെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വട്ടം കറങ്ങിയെത്തി എന്ന് തീരുമാനിക്കുക. അതിനുള്ള ഒരു അടയാളപ്പെടുത്തലാണ് ഈ കറുത്ത കല്ല് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനപ്പുറത്തേക്ക് ചില വൈകാരികമായ ബന്ധങ്ങളുടെ ഒരു സാധ്യതയും ആളുകൾ കാണാൻ സാധ്യതയുണ്ട്. അതൊന്നും ഇസ്ലാം അങ്ങനെയാണ് എന്ന നിലക്ക് പഠിപ്പിച്ച സംഗതിയൊന്നുമല്ല. ആദം അലൈഹിസ്ലാം മുതൽ ഇന്നോളം വരെ ആ ഭൂപ്രദേശത്ത് ദൗത്യ നിർവഹണം നടത്തിയിട്ടുള്ള പ്രവാചകന്മാര് സ്പർശിച്ചിട്ടുള്ള ഒരു സ്പോട്ടാണ് അത് എന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഭൂമുഖത്ത് സ്പർശിച്ചിട്ടുള്ള ഒരു ഇടം എന്ന നിലക്ക് സത്യവിശ്വാസികള് ആ ഇടം സ്പർശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഓർമ്മ എന്ന നിലക്ക് ചെയ്യുന്നു എന്നതേ അതിൽ കാണാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് അത് ചുംബിക്കണമെന്നോ അത് മുത്തണമെന്നോ ഒന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. ഇസ്ലാം അങ്ങനെ ആവശ്യപ്പെടുന്നുമില്ല. അത് ഏതെങ്കിലും ആരാധനാ കർമ്മം പൂർത്തീകരിക്കാൻ ആ കറുത്ത കല്ല് സ്പർശിക്കലൊന്നും ആവശ്യമില്ല. അങ്ങനെയൊന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അത് ഇപ്പൊ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു വൈകാരികമായ ബന്ധത്തിന്റെ ഒരു എക്സ്പ്രഷൻ എന്ന നിലക്ക് ചിലര് അത് സ്പർശിക്കുന്നതിന് അള്ളാഹുവിന്റെ പ്രവാചകനെ തൊട്ടറിയുന്ന പോലെയുള്ള ഒരു അനുഭവം അവർക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഒരു പ്രാധാന്യം അതിനുള്ളൂ. അത് തന്നെ ഇസ്ലാം നിർദ്ദേശിച്ച ഒരു സംഗതിയൊന്നുമല്ല. അതിന് ചില വിശദീകരണങ്ങൾ നൽകാൻ ശ്രമിക്കുന്നു എന്നൊരു തലത്തിൽ മാത്രമേ അത് അടങ്ങിയിട്ടുള്ളൂ. കഅബക്ക് അകത്തും പുറത്തും ഒന്നും ഒരു വിഗ്രഹവുമില്ല, ഒരു പ്രതിഷ്ഠയുമില്ല. ആ കല്ല് മറ്റേത് കല്ലും പോലെ അതിന്റെ കറുത്ത വർണ്ണമുള്ള ഒരു കല്ലാണ് എന്നതല്ലാത്ത ഒരു പ്രത്യക്ഷത്തില് അതിനെന്തെങ്കിലും ഒരു രൂപമോ വിഗ്രഹത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ദിവ്യത്വം ആരോപിക്കപ്പെടുന്ന സംഗതികളുടെ ആകാരമോ ഒന്നുമില്ലാതെ അത് അങ്ങനെ ഇല്ല എന്ന് പഠിപ്പിക്കുന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ദർശനം തന്നെ. അപ്പൊ ഇത് ഒരു ക്രമം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനം അള്ളാഹു അവന്റെ പ്രവാചകന്മാർ മുഖേന പഠിപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഇതിന് വേറെ ചില നിലക്ക് ചില വിശദീകരണങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ ബാഹ്യ ഉപരി ലോകത്ത് അള്ളാഹുവിന്റെ ബൈത്തുൽ മഅമൂറിനെ കുറിച്ചും അതുപോലെയുള്ള സംഗതികളൊക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ആ പൊസിഷൻ, കഅബ നിലകൊള്ളുന്ന പൊസിഷൻ പ്രാധാന്യമുള്ളതാണ് എന്ന നിലക്കുള്ളൊക്കെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നല്ലാതെ അവിടെ ഒരിടത്തും തന്നെ ഒരു വിഗ്രഹവും ഇല്ല, ഒരു പ്രതിഷ്ഠയും ഇല്ല, അങ്ങനെ യാതൊരു സംഗതിയും ഇല്ല. അത് പരിക്രമണം പ്രതീകാത്മകമായ ചില കർമ്മങ്ങളായിട്ട് വേണമെങ്കിലും മനസ്സിലാക്കാം. അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അവിടെ എവിടെയും അല്ലാഹു അല്ലാത്ത ഒരു ആരാധിക്കപ്പെടുന്ന ഒരു സംഗതി ഒരു കാര്യം വരുന്നേ ഇല്ല. അതുകൊണ്ട് ഈ പരിക്രമണത്തിന്റെ ഒക്കെ പ്രതീകാത്മകത നമ്മൾ ഇപ്പോ അതിലേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. കാരണം അതില് വിഗ്രഹമോ അല്ലാഹു അല്ലാത്ത ഒരു ദേവനോ ദൈവമോ ദേവതയോ ഒന്നും ഇല്ല എന്നതാണ് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്ന മുസ്ലിം സമുദായം അവരുടെ അനുഷ്ഠാനങ്ങളിൽ പിന്തുടരുന്ന രീതികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ വേറെ ചില ചോദ്യങ്ങളിലേക്ക് നീങ്ങുക.
അള്ളാഹു പറഞ്ഞു എന്നതിന് ഒരു തെളിവുമില്ല. എല്ലാം പറയുന്നത് ഒരു മനുഷ്യൻ തന്നെയല്ലേ എന്നാണ്. ഒരു മനുഷ്യൻ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. ആകാശത്തില് ഒരു മേഘഗർജനം ഉണ്ടാക്കിയിട്ട് അള്ളാഹു നിങ്ങളെ എന്തെങ്കിലും കേൾപ്പിച്ച വല്ല അനുഭവം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. വേറെ ഭൂഗർഭത്തുനിന്ന് ഒരു ശബ്ദം അങ്ങനെ രൂപപ്പെട്ടു വന്ന് നിങ്ങളെ വല്ലതും കേൾപ്പിക്കുകയുണ്ടായോ? അങ്ങനെയല്ല. അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത് അവന്റെ സന്ദേശം ഒരു മനുഷ്യന് വെളിപ്പാടായി നൽകുകയും ആ മനുഷ്യൻ അത് ലോകത്തെ മനുഷ്യർക്കൊക്കെയും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള നിലക്കാണ്. അതാണ് അള്ളാഹു അതിന് സ്വീകരിച്ചിട്ടുള്ള സംവിധാനം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു എന്നതിനുള്ള തെളിവാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതാണ് ഖുർആൻ നിങ്ങളോട് പറയുന്നത്. ഈ കേൾപ്പിക്കപ്പെട്ട കാര്യങ്ങള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പറഞ്ഞതാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ലോകത്ത് ആരെന്ത് പറഞ്ഞാലും അതുപോലെയുള്ളത് പറയാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ടല്ലോ. ഒരു കവിത ഒരാൾ എഴുതിയാൽ അതുപോലെയുള്ള കവിത മറ്റു പലരും എഴുതി കൊണ്ടുവരും. അതേപോലെ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് പറഞ്ഞതാണെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഒന്ന് നിങ്ങൾ കൊണ്ടുപോവാ. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് ലോകത്ത് ആരെയും കൊണ്ടുവന്നത് കാണിച്ചാലും മതി. അല്ലെങ്കിൽ ഖുർആൻ അവതരിച്ചതിന് ശേഷം ആരെങ്കിലും അതുപോലെയുള്ളത് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കാണിച്ചാലും മതി. ഖുർആൻ പോലെ ഖുർആന്റെ രചനാപരമായ സവിശേഷതകളോട് കൂടിയുള്ള ഒരു രചന നിങ്ങൾ കൊണ്ടുപോവാ. ഇത് ഈ വെല്ലുവിളി ഖുർആൻ മുന്നോട്ട് വെച്ചിട്ട് 1450 വർഷങ്ങൾ ആയിട്ടുണ്ട്. പക്ഷെ ഒരാളും ഇതുപോലെ ഒന്ന് കൊണ്ടുവന്നിട്ടില്ല. ഇനി വേറെ ഒന്ന് വാദത്തിന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു രചന നടത്തിയ ഒരാളുടെ ഏതെങ്കിലും ഒരു കൃതി കാണിച്ചിട്ട് ഇതുപോലെയുള്ള ഒന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ വെല്ലുവിളി സ്വീകരിക്കപ്പെടാത്തതായിട്ട് ഏതെങ്കിലും ഒരു കൃതി ഉണ്ടോ? നിങ്ങളൊരു മാപ്പിളപ്പാട്ടിന്റെ ഒരു രൂപം ഒന്ന് എടുത്തു കാണിക്കൂ. എന്നിട്ട് അത് അയാൾ മാത്രം രചിച്ചതാണ്, അയാൾക്ക് മാത്രം സാധിച്ചതാണ്, അതുപോലെയുള്ളത് മറ്റൊരാൾക്കും സാധ്യമല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അതുപോലെയുള്ള ഒരുപക്ഷെ അതിനേക്കാൾ പ്രാഗൽഭ്യമുള്ള വിധത്തില് വേറെ മാപ്പിളപ്പാട്ടുമായിട്ട് പലരും വരും. ഇങ്ങനെയുള്ള ഒരു ചരിത്രമേ മനുഷ്യ സാഹിത്യത്തിനുള്ളൂ. ഏത് ഭാഷയിലും അങ്ങനെയാണ്. ഒരാൾ ഒരു രചന രൂപം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നാളുകൾക്കുള്ളിൽ അതിനെ വെല്ലുന്ന വിധത്തിലോ അതിനോളം ഗുണമുള്ളതോ അല്ലെങ്കിൽ അത്രയൊക്കെ ഉള്ളതോ അതിന്റെ അടുത്തൊക്കെ വെക്കാൻ പറ്റുന്നതോ ഒക്കെ ആയിട്ടുള്ള അതിന്റെ സമാനതകളുള്ള മറ്റൊന്നുമായിട്ട് ആളുകൾ വരും. എന്നാൽ ഒരു രചന എന്ന നിലക്ക് ഖുർആൻ നടത്തുന്ന ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പിന്നീട് 1500 വർഷങ്ങൾക്കുള്ളിൽ ആർക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാം. ഇതാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. മറ്റൊരു ചോദ്യം, സ്വർഗത്തിൽ സ്ത്രീകളെ കെട്ടിപ്പിടിച്ച് ഇരിക്കാനല്ലേ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അതെങ്ങനെ ഭൂമിയിൽ അനാവശ്യമാകും എന്നാണ്. സ്വർഗത്തിൽ സ്ത്രീകളെ കെട്ടിപ്പിടിച്ചിരിക്കാനല്ലേ, ഇത് ഭയങ്കര പുരുഷ മേൽക്കോയ്മയുടെ ഒരു ഭാഷ ഇതിൽ കാണുന്നുണ്ട്. മിസോജിനിസ്റ്റിക് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു സമീപനം ഇതിൽ കാണുന്നുണ്ട്. സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നത് ആണുങ്ങളുടെ കാര്യമാണ്, പെണ്ണുങ്ങൾക്ക് മറിച്ചല്ല പറയേണ്ടി വരിക. അപ്പൊ ഇത് മാത്രമല്ല, സ്ത്രീകൾക്ക് ആണുങ്ങളെയും കെട്ടിപ്പിടിച്ച് നിൽക്കാനുള്ള ഒരു സൗകര്യമൊക്കെ സ്വർഗത്തിലുണ്ട്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കാനുള്ള ഒരു സൗകര്യം മാത്രമല്ല. അപ്പോ അത് നിങ്ങളുടെ ഒരു ധാരണാപേശകാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോ അതെങ്ങനെ ഭൂമിയിൽ അനാവശ്യമാകുന്നു? ഇതിനൊക്കെ പടച്ച തമ്പുരാൻ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ആകുമ്പോൾ അതൊക്കെ അനാശാസ്യമാകും, അനാവശ്യമാകും, വൃത്തികേടാകും, ആളുകള് മോശമായിട്ട് പറയുന്ന കാര്യമൊക്കെ ആയിട്ട് മാറും. അതിനാണ് മനുഷ്യന് ഒരു വിവേചന ബുദ്ധി എന്നൊരു സംഗതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യര് കഴുതകളോ അല്ലെങ്കിൽ പട്ടികളോ ആടോ കോഴിയോ പശുവോ ഒക്കെ ചെയ്യുന്ന പോലെയുള്ള ഇണചേരൽ ബന്ധം പകൽ വെളിച്ചത്തിൽ എല്ലാവരും നോക്കി നിൽക്കുകയൊന്നും ചെയ്യാത്തത്. നിങ്ങളും ചെയ്യാറില്ലല്ലോ? അതൊന്നും ഉണ്ടാവും.
പരസ്യമായി കോഴിയോ ആടോ അല്ലെങ്കിൽ പശുവോ പട്ടിയോ ഒക്കെ ചെയ്യുന്ന പോലെയുള്ള ഇണചേരൽ ബന്ധം പൊതു രംഗത്ത് വെച്ച് മറ്റുള്ളവർ കാണുന്ന വിധത്തിൽ നിങ്ങൾ ചെയ്യാറുണ്ടോ? അത് മനുഷ്യന് ഒരു സെൻസ് ഓഫ് ഡിസ്ക്രിഷൻ നൽകിയത് കൊണ്ടാണ്. മനുഷ്യന് കാര്യങ്ങളെ കുറിച്ചൊരു ബോധം അള്ളാഹു സൃഷ്ടിപ്പിൽ തന്നെ നൽകിയത് കൊണ്ടാണ്. ഇതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയ രൂപമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന്റെ ഭാഗികമായ പെർഫെക്ഷനോട് കൂടിയാണ് മനുഷ്യരിൽ കൂടുതൽ പേരും പ്രാക്ടീസ് ചെയ്യുന്നത്. ചിലര് അതിന്റെ ഒരു ഭാഗികം എന്ന് പറയുന്ന പോലും ഉണ്ടാവാത്ത ഒരു വഷളൻ തലത്തിലേക്കൊക്കെ പോകും. അവരാണ് സകല ഇത് സംബന്ധമായ സദാചാര സാമൂഹിക ധാർമ്മിക വ്യവസ്ഥകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിയുക. അത് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഔന്നത്യമുണ്ട്. അവന്റെ ഒരു ധർമ്മബോധം എന്നൊരു സംഗതി. ആ ധർമ്മബോധം ഉൾക്കൊള്ളാത്ത ആളുകള് അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്ന ആളുകള് പല വൃത്തികേടുകളും ചെയ്യും. അത്തരം വൃത്തികേടുകള് ബാക്കിയുള്ളവരൊക്കെയും അത് വൃത്തികേടാണെന്ന് പറയുന്നുണ്ടാവും. അതിനെക്കുറിച്ച് ഇതെന്താണ് അവന് ഇത്രയും ബുദ്ധി ഇല്ലാതായി പോയോ എന്നൊക്കെ ആളുകള് അത്തരം സംഗതികള് ഗോപ്യമാക്കി വെക്കേണ്ടത് ഗോപ്യമാക്കി വെക്കാതെ ചെയ്യുമ്പോ ആളുകൾ അതിനോട് അങ്ങനെയാണ് പ്രതികരിക്കുക. അപ്പോ ഭൂമിയില് ഇതൊന്നും അനാവശ്യമല്ല. ഇതിന്റെ മര്യാദകൾ പാലിക്കാതിരിക്കുമ്പോ അനാശാസ്യമായിട്ട് മാറും. അത് നിങ്ങളും അങ്ങനെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്ന് കരുതിയിട്ട് അങ്ങാടിയിൽ വന്നിട്ട് നിങ്ങള് രതിയിൽ ഏർപ്പെടുവോ? പരസ്യമായിട്ട് എല്ലാവരും നോക്കി നിൽക്കുക അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആരെയും അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല പൊതു ഇടങ്ങളിൽ വന്നിട്ട്. അത് ഒരു ധാർമ്മിക ബോധം ഒരാൾക്ക് ജന്മപരമായിട്ട് തന്നെ നൽകപ്പെട്ടത് കൊണ്ടാണ്. പക്ഷെ ഇതിന്റെ പെർഫെക്ഷനിലല്ല ആളുകൾ പലപ്പോഴും ചെയ്യാറുള്ളത്. അതിൽ പല നിലക്കും അതിന്റെ സംവിധാനങ്ങളെയോ നിയമങ്ങളെയോ ഒക്കെ ലംഘിക്കുന്ന ഒരു പ്രവണത ദൈവബോധമില്ലാത്ത ആളുകളാണ് അത് കൂടുതലായിട്ടും കാണിക്കുക. ഞാൻ ദൈവവിശ്വാസികൾ എന്നല്ല പറയുന്നത്, ദൈവബോധമില്ലാത്ത പലരും അത് ലംഘിക്കുന്ന നടപടികളൊക്കെ കാണാൻ സാധിക്കും. അപ്പോ വ്യക്തമാണെന്ന് വിചാരിക്കുകയാണ്. മറ്റൊന്ന്, ഈ സൂറത്തിൽ ഉംറയിൽ ബലിമൃഗത്തെ കൊണ്ടുപോയതായി കാണുന്നു, ഇപ്പോഴില്ല താനും. അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്ന ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഉംറക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഹിജ്റ 6-ാം വർഷത്തിൽ. അപ്പൊ സാധാരണഗതിയിൽ ഉംറ മാത്രം നിർവഹിക്കുന്ന ആളുകൾക്ക് ഉംറയുടെ അർക്കാനുകൾ പൂർത്തീകരിച്ച് ഇഹ്റാമിൽ നിന്ന് വിരമിക്കുകയേ വേണ്ടതുള്ളൂ. ബലിയറുക്കല് ഉംറയുടെ ഭാഗമല്ല. എന്നാൽ ഇവിടെ പുറപ്പെടുമ്പം തന്നെ ഇവര് ബലിമൃഗത്തെ കുറെ എണ്ണം കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഈ ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ട എല്ലാവർക്കും വേണ്ട ബലിമൃഗങ്ങളുമായിട്ടല്ല അവര് പോയിട്ടുള്ളത്. അപ്പം ബലിമൃഗങ്ങള് എല്ലാവർക്കും വേണ്ട 1400 അല്ലെ 1401 ബലിമൃഗങ്ങളൊന്നും അവർ കൊണ്ടുപോയിട്ടില്ല. ഒരുപാട് എണ്ണം വളരെ കുറവുള്ള ഒരു 100 അതിൽ താഴെയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് അവര് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ദൈവിക മാർഗദർശന പ്രകാരം ബലിമൃഗങ്ങളെ അവർ കൊണ്ടുപോകുന്നതിന് ഒരു പ്രത്യക്ഷത്തിൽ ഒരു കാരണവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘം ഈ യാത്ര പുറപ്പെട്ടിരിക്കുന്നത് യുദ്ധത്തിനല്ല, മറിച്ച് ഉംറ നിർവഹിക്കാൻ വേണ്ടിയാണ്. അവര് അവയെ ബലിമൃഗങ്ങളാണെന്ന് തിരിച്ചറിയുന്ന വടങ്ങള് കഴുത്തിൽ തൂക്കിയിട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോ മക്കയിലെ ആളുകളെ ഇവര് വേറെ സൈനിക ഉദ്ദേശത്തോടു കൂടിയൊന്നും പുറപ്പെട്ടവരല്ല എന്നൊരു കാര്യം അവർക്ക് എളുപ്പത്തിൽ കൺവേ ചെയ്യുക എന്നൊരു കാര്യം കൂടി ഇതിൽ കാണണം. പക്ഷെ ബലി ഇവിടെ ഇവർ നിർവഹിക്കുന്നുണ്ടല്ലോ. അപ്പോ ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ നിയമങ്ങൾ പഠിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പുള്ള ഒരു കാര്യമാണിത് നിർവഹിക്കപ്പെടുന്നത്. അപ്പോ ഇങ്ങനെ 1-2 അതും അതിനെ തുടർന്ന് ഹിജ്റ 7-ാം വർഷത്തിൽ നിർവഹിക്കപ്പെട്ട ഉംറയും
ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിലെ ഹജ്ജിന്റെയും ഉംറയുടെയും നിയമനിർദ്ദേശങ്ങൾ പ്രയോഗത്തിൽ വരുന്നത്, പഠിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ അവര് ഈ ബലിമൃഗങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് ദൈവിക മാർഗദർശന പ്രകാരം അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം. അതാണ് സാധ്യത. അതായത് ഉംറക്ക് വേണ്ടി ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ച് പുറപ്പെട്ട് എന്നിട്ട് എന്തെങ്കിലും കാരണവശാൽ ഉംറ നിർവഹിക്കാൻ കഴിയാതെ അത് മുടങ്ങിപ്പോയി അതിൽ നിന്ന് ഇഹ്റാമിൽ നിന്ന് വിരമിക്കണമെങ്കിൽ പ്രായശ്ചിത്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് ബലിയറുക്കലാണ്. ബലിയറുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ബലിയറുക്കാൻ ഒന്നുകിൽ ബലിമൃഗം കിട്ടാത്ത അവസ്ഥയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ബലിമൃഗത്തിനെ വാങ്ങിക്കാനുള്ള പണമില്ലാത്ത അവസ്ഥയാണ് എങ്കിലൊക്കെ അയാൾക്കൊരു സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും ഒക്കെ ഉണ്ട്. അത് രണ്ടാമത്തത് ഭക്ഷണം കൊടുക്കലാണ്. അതുപോലെ മൂന്നാമത്തത് വ്രതം അനുഷ്ഠിക്കലാണ്. ഈ 3 ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ ബലിയറുക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് നിർണിതമായ കണക്കനുസരിച്ച് ഭക്ഷണം കൊടുക്കുക, അതല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുക. ഈ വിധത്തിലുള്ള പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടാണ് ഈ ഉംറ യാത്ര മുടങ്ങിപ്പോയാൽ ഇഹ്റാമിൽ നിന്ന് വിരമിക്കേണ്ടത്. ഇത് ആണ് അതിന്റെ നിബന്ധന. അപ്പൊ ഈ ഉംറ യാത്രയിൽ ബലി നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് അത് മുടങ്ങിപ്പോയി എന്ന നിലക്കുള്ള, യാത്ര തടസ്സപ്പെട്ടു എന്ന നിലക്കുള്ളതാണ്. ഇനി വേറെ ഒരു സാധ്യതയുള്ളത്, ഇത് ദുൽഖഅദ മാസത്തിലാണല്ലോ ഈ യാത്ര പുറപ്പെടുന്നത്. തൊട്ടു അടുത്ത മാസം ഹജ്ജിന്റെ മാസമാണ്, ദുൽഹജ്ജാണ്. ദുൽഖഅദ കഴിഞ്ഞ് ദുൽഹജ്ജാണ്. അപ്പൊ ദുൽഹജ്ജ് മാസം വരെ മക്കയിൽ തങ്ങി ഹജ്ജ് കൂടി നിർവഹിച്ച് പോരാൻ ഉദ്ദേശിച്ച ആളുകൾ കുറെ പേര് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നിരിക്കാൻ ഇടയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹജ്ജിനും ഉംറക്കും ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെടുന്ന ആളുകൾ പിന്തുടരുന്ന 2-3 രീതികളുണ്ട്. അതിലൊന്ന് തമത്തുൾ എന്നാണ് പറയുക. അതായത് ഈ ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിച്ച ശേഷം ഇഹ്റാമിൽ നിന്ന് വിരമിച്ച് മക്കയിൽ തന്നെ തങ്ങി പിന്നീട് ഹജ്ജിന് വേണ്ടി വീണ്ടും സമയമാകുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുക. ആ രീതി സ്വീകരിക്കുന്ന ആളുകൾക്ക് ഈ ആദ്യത്തെ ഉംറ നിർവഹണം കഴിഞ്ഞിട്ട് ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നതിനുള്ള ഒരു നിബന്ധനയായിട്ട് ബലിയറുക്കലുണ്ട്. അത് തുടർന്ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പിന്നീട് പ്രവേശിക്കുന്നത് വരെയുള്ള ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയാണ് അത് വിരമിക്കുന്നത്. ചിലപ്പോ ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോ ആഴ്ചകളോ ഒക്കെ ഉണ്ടായിന്ന് വരും അതിനിടക്കുള്ള സമയം. അപ്പം ആ ഒരു ഘട്ടത്തിലും ബലി നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആളുകളും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. രണ്ടായാലും അത് ദൈവിക മാർഗദർശന പ്രകാരം നിർവഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന് അറിയാം ഈ യാത്ര പാതി വഴിയിൽ മുടങ്ങിപ്പോകുമെന്നത്. അതുകൊണ്ടൊരു പക്ഷെ അള്ളാഹു ആ നിലക്ക് നിർദ്ദേശിച്ചതാകാം. ഇനി അതല്ലെങ്കിൽ കുറെ പേര് ഉംറ കഴിഞ്ഞ് ഹജ്ജിനായിട്ട് അവിടെ തങ്ങി ഹജ്ജ് കൂടി നിർവഹിച്ചു പോരുന്ന ഒരു ഉദ്ദേശ്യം അവർക്കുണ്ടായിരുന്നിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ ഈ ഉംറയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ തന്നെ ഉംറ കഴിഞ്ഞ് ബലിയിറക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പുറപ്പെട്ടത് ആവാനും ഇടയുണ്ട്. ഇത് വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് വിശദീകരിക്കപ്പെട്ടതായിട്ട് ഖുർആനിലോ ഹദീസുകളിലോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. സാധ്യതകളെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. മറ്റൊരു ചോദ്യം, ഈ വയറൊഴിയാതിരിക്കുന്നത് ദൈവം വരുത്തുന്നതാണ് എങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഡോക്ടർക്ക് കഴിയുമായിരുന്നോ എന്നതാണ്. ഒരാൾക്ക് ഇന്നലെ സൂചിപ്പിച്ച ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്. ഒരാൾക്ക് ഭക്ഷണം കഴിച്ചു, പക്ഷെ അതിന്റെ വിസർജ്യം പുറത്തേക്ക് പോകാൻ കളയാൻ സാധിക്കുന്നില്ല. അത് വലിയ ശാരീരികമായ വൈഷമ്യം നേരിടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നത്. ആ ഒരു സംഗതി മതി യഥാർത്ഥത്തിൽ തന്റെ രക്ഷകനായ, തന്റെ കാര്യത്തിൽ ഇടപെടുന്ന, തന്റെ ജീവിത ആസൂത്രണം
അതിന്റെ ശരീരപ്രവർത്തനങ്ങൾ പോലും നിയന്ത്രിക്കുന്ന ഒരു റബ്ബ് ഉണ്ട്, അല്ലെങ്കിൽ വേണ്ടതുണ്ട് എന്ന ബോധ്യം വരാൻ എന്ന നിലക്ക് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യമാണത്. അത് അങ്ങനെ തന്നെയാണ്. അത് ഇത് മാത്രമല്ല, എന്തെല്ലാം വേദനകൾ ഇപ്പോ പ്രായം ഒക്കെ ആവുമ്പോ 55-60 വയസ്സൊക്കെ എത്തുമ്പോൾ പല ശാരീരിക ലക്ഷണങ്ങളും പ്രകടമാവും. ഇപ്പൊ ഇടുപ്പല്ലിന് ഞരമ്പ് കുടുങ്ങുന്ന പോലെയുള്ള ഒരു അനുഭവം, അതിഭീകരമായ വേദന അനുഭവിക്കുന്ന ഒരു സംഗതിയാണ്. തന്റെ ഈ വേദന പരിഹരിക്കാൻ, തന്നോട് കരുണ കാണിക്കാൻ ഒരു റബ്ബ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആരും കൊതിച്ചു പോകുന്ന ഒരു വേദനയാണത്. ഇത് വളരെ സന്നിഗ്ധമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരാൾക്ക് ദൈവം ഇനി ഇല്ലെങ്കിൽ തന്നെ വേണം എന്ന് തോന്നിപ്പോകുന്ന ചില ജീവിതാനുഭവങ്ങൾ സൂചിപ്പിച്ചതാണ് ഞാൻ നിങ്ങളെ. ഇത് ദൈവം ഉണ്ട് എന്നുള്ളതിന് ഇത് ആണ് തെളിവ് എന്നുള്ള നിലക്കല്ല, അതും തെളിവാണ്. അതാണ് ഇപ്പൊ വേദനകള് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അതിനൊരു പരിഹാരം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. ഡോക്ടർ എന്ന് പറയുന്നത് ഈ കാര്യത്തില് വേദന അവസാനിപ്പിക്കാൻ കഴിയുന്ന പല സംഗതികളും മനുഷ്യൻ അനുഭവത്തിലൂടെ നേടിയ കാര്യത്തെ വ്യവസ്ഥാപിതമായിട്ട് പഠിച്ച് അത് പരിഹരിച്ചു തരാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ് എന്നേ ഉള്ളൂ. അത് ഡോക്ടർക്ക് പരിഹരിക്കാവുന്ന വേദനകളുണ്ട്, ഡോക്ടർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വേദനകളുണ്ട്. പരിഹാരം ഉണ്ടാകും എന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് ഡോക്ടർ ചികിത്സിച്ച സംഗതികൾ ഫലം ചെയ്യാതെ പോയതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർ അതിനൊരു നിമിത്തം മാത്രമാണ്, മരുന്നും ഒരു നിമിത്തം മാത്രമാണ്. നമ്മുടെ പ്രയാസം നീക്കി തരുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവാണ്. ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥന, നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബാത്റൂമിൽ പോയി പുറത്തു വരുമ്പോ നമ്മള് അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് എന്നിൽ നിന്നൊരു പ്രയാസത്തെ നീക്കിക്കളഞ്ഞ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതായത് നമ്മുടെ ശരീരത്തില് വിസർജ്യം പുറത്തേക്ക് കളയുക എന്നൊരു സംഗതി പോലും നമ്മുടെ ശരീരത്തില് ദൈവികമായ ഒരു സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത്. അത് എളുപ്പമാക്കി തന്ന റബ്ബിനോട് സ്തുതി അർപ്പിച്ചുകൊണ്ട് അവനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ കർമ്മം നിർവഹിച്ച് പുറത്തു വരുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെയും തന്നെ പടച്ചതമ്പുരാന്റെ ഒരു സംവിധാനമാണ്. അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ നമ്മളെക്കാൾ ഏറെ ശ്രദ്ധിക്കുന്നവനായ ഒരു നാഥനുണ്ട് എന്നൊരു ബോധം, ആ ഒരു തിരിച്ചറിവ് മനുഷ്യന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. അത് ഡോക്ടറെ അടുത്ത് പോയാലൊന്നും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലതൊക്കെ പരിഹരിക്കപ്പെടും, ചിലതൊക്കെ പരിഹരിക്കപ്പെടാതെ അനന്തമായ ഒരു പ്രക്രിയയിലേക്ക് പോകലാകും. അങ്ങനെയൊക്കെ ഉണ്ട്. മറ്റൊരു ചോദ്യം, ഈ 2 പരാമർശങ്ങൾ കൂടിയുള്ളൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാം എല്ലാം ഡോക്ടറെ സമീപിച്ച് പരിഹാരം തേടുന്നു. ആരെങ്കിലും അള്ളാഹു വരുത്തിയതാണ് എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുമോ എന്നാണ് ചോദ്യം. അള്ളാഹു വരുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും വെറുതെ ഇരിക്കില്ല, വെറുതെ ഇരിക്കാനും പാടില്ല. ഡോക്ടറെയും തന്നിട്ടുള്ളത് അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഡോക്ടർ മാത്രമല്ല, മരുന്ന്, വൈദ്യശാസ്ത്രം, അതുപോലെ ചികിത്സാ സംബന്ധമായ മനുഷ്യന്റെ കണ്ടെത്തലുകൾ, അറിവുകൾ, ഇതൊക്കെയും തന്നെ തന്നിട്ടുള്ളത് അള്ളാഹുവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി വരുമ്പോൾ അൽഹംദുലില്ലാ, എനിക്ക് സഹായകരമായ ഒരു ചികിത്സ തരുന്ന ഒരു ഡോക്ടറെ കണ്ടെത്താൻ പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി പോരുക. അപ്പോ ഡോക്ടർ എക്സ്ക്ലൂസീവായിട്ട് വല്ല മാന്ത്രികതയും കാണിക്കുന്ന ഒരാളാണെന്നൊന്നും മുസ്ലിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാറില്ല. ഡോക്ടർ പഠിച്ചിട്ടുണ്ട് ഒരു വിഷയം, അയാൾക്ക് അതിൽ ചില ഇടപെടലുകൾ നടത്താൻ കഴിയും. പക്ഷെ രോഗം ശമനമാക്കി തരുന്നത് പടച്ച തമ്പുരാൻ തന്നെയാണ്. ഡോക്ടർ അതിനുള്ള നിമിത്തമാണ്, മരുന്നും അതിനുള്ള നിമിത്തമാണ്. അപ്പോ ഡോക്ടർ ഇത് അള്ളാഹു വരുത്തിയതാണ്, അള്ളാഹു തന്നെ മാറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ഇരിക്കാറില്ല. അങ്ങനെ ഡോക്ടറെയും മരുന്നും ഒക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി പഠിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ ദീൻ തന്നെയാണ്. മറ്റൊരു ചോദ്യം, ഇസ്ലാമിക സാമൂഹിക ശാസ്ത്രത്തിൽ അള്ളാഹു സൃഷ്ടാവു എന്ന ബോധ്യം സത്യമാണെന്ന ബോധമോ സത്യവിശ്വാസം എന്ന ബോധ്യമോ ശരി എന്ന് ചോദിക്കും. ഇതൊരു ഫൂളിഷ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ താത്വികമായ അല്ലെങ്കിൽ ദാർശനികമായ ഒരു ചോദ്യമാണ് എന്നൊക്കെ തോന്നലുണ്ടാകും എന്നല്ലാതെ ഇത് ഒരു അൺടുവേർഡ് ആയിട്ടുള്ള, കൃത്യമായിട്ട് എന്താണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്നുള്ളത് വ്യക്തമാകാത്ത ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യം
മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന വിധത്തില് റീഫ്രെയിം ചെയ്ത് അയക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ ഇതിന് ഉത്തരം ഞാൻ ആ സന്ദർഭത്തിൽ നൽകാം. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പഠനവേളയിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിനകം കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് സൂറത്തുൽ ഹുജറാത്തിന്റെ പഠനം ആരംഭിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.